തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ ഷോൺ ആകെ അസ്വസ്ഥനായിരുന്നു. ആ അമ്മൂമ്മ പറഞ്ഞ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുവാണ് അവൻ്റെ മനസ്സ്. അവൻ്റെ മുഖത്തെ ആ തെളിച്ച കുറവ് നിദ്രയും ശ്രദ്ധിച്ചിരുന്നു. ഇച്ചായ, കുറേ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ ഇയാൾക്ക് പറ്റിയേ? ഹേയ്, ഒന്നുമില്ല. അല്ല, ഇച്ചായൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്. ആ അമ്മൂമ്മ പറഞ്ഞ കാര്യമാണോ? എങ്കിലേ അത് വിട്ടേര്. ജനനി ഇറങ്ങാൻ നേരം പറഞ്ഞായിരുന്നു, ഈയിടെയായി അമ്മൂമ്മ ഇതുപോലെ ഓരോന്ന് പറയാറുണ്ടെന്ന്. അതുകൊണ്ട് എൻ്റെ ഇച്ചൂസേ, ഇനി അതോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. അല്ലാതെ ഡബിൾ റോളിൽ വരാൻ ഇയാൾ ഇരുമുഖനിലെ വിക്രമൊന്നുമല്ലല്ലോ. നിദ്രയുടെ പറച്ചിൽ കേട്ടതും ഷോണിൽ ചിരി വിരിഞ്ഞു. അവൻ്റെ മുഖത്തെ ചിരി കണ്ടതും അവളുടെ മുഖവും വിടർന്നു. എന്ത് രസാ എൻ്റെ ഇച്ചായൻ്റെ ചിരി കാണാൻ. ഷോൺ ചെറുതായി ചിരിച്ചുകൊണ്ട് ഒരു കൈ സ്റ്റിയറിങ്ങിൽ തന്നെ വെച്ചുകൊണ്ട് മറു കൈകൊണ്ട് നിദ്രയുടെ കയ്യിൽ ഒന്ന് മുറുകെ പിടിച്ചു. വലിയ മാറ്റമൊന്നുമില്ലാതെ ഒരാഴ്ച കടന്നുപോയി. അതിനിടയിൽ ജനനിയുടെ അച്ഛനും അമ്മയും ദുബായിൽ നിന്ന് നാട്ടിലെത്തി. അവർ വന്നതും സരോജിനി അമ്മ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. ജനനിയുടെ മനസ്സിൽ നിഖിലിനോടുള്ള ഇഷ്ടവും നിഖിലിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒന്നും തുറന്ന് പറഞ്ഞിട്ടില്ലെന്ന കാര്യവും അവർ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ജനനിയുടെ അച്ഛൻ പിന്നീട് തൻ്റെ രീതിയിൽ നിഖിലിനെ കുറിച്ച് അന്വേഷിച്ചു. കുടുംബം നല്ലതാണെന്നും പയ്യന് ദുശ്ശീലങ്ങളൊന്നുമില്ലെന്നും എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള നല്ല സ്വഭാവക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഒരു സമാധാനം വന്നു. നമ്മുടെ മോളുടെ സന്തോഷമാണ് നമുക്ക് മുഖ്യം എന്ന് ഒടുവിൽ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞപ്പോൾ അവളും അതിന് പൂർണ്ണ സമ്മതം അറിയിച്ചു. അവൾക്ക് അവന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് എതിർപ്പില്ല. ആ വാക്കുകൾ കേട്ട സരോജിനി അമ്മയുടെ മുഖത്തും ഒരാശ്വാസം തെളിഞ്ഞു. അത് തന്നെയാണ് നിദ്രയും ഷോണും കേൾക്കാൻ കാത്തിരുന്നത്. അവരുടൻ തന്നെ ഈ വിവരം മാധവിയെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. നിഖിൽ അറിയാതെയായിരുന്നു അവരുടെ ഓരോ നീക്കവും. അങ്ങനെ ഇരു കൂട്ടരും തീരുമാനിച്ചുറപ്പിച്ചത് പ്രകാരം നാളെയാണ് നിഖിൽ ജനനിയെ പെണ്ണ് കാണാൻ ചെല്ലുന്നത്. അന്ന് രാത്രി നിഖിൽ ജോലി കഴിഞ്ഞു വന്നതും മാധവി അവന് ഭക്ഷണം വിളമ്പുന്ന കൂട്ടത്തിൽ നാളെ ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ ചെല്ലുന്നുണ്ട കാര്യവും അവനോട് സൂചിപ്പിച്ചു. കയ്യിലുണ്ടായിരുന്ന സ്പൂൺ ഒരു നിമിഷം നിശ്ചലമായി. നിഖിൽ പതിയെ തൻ്റെ അമ്മയെ നോക്കി. പെണ്ണ് കാണാനോ? അതേ മോനെ, നല്ല കൂട്ടരാ, കുട്ടിയും കൊള്ളാം. പെൺകുട്ടിയെ നിത്തു കണ്ടിട്ടുണ്ടെന്ന്, അവൾക്ക് ഇഷ്ടമായെന്ന് മാധവി ഒരു തരം പുഞ്ചിരിയോടെ പറഞ്ഞു. അമ്മ, അത് പിന്നെ ഒരു വിവാഹത്തെ പറ്റിയൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. നിത്തുവിൻ്റെ വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ. എടാ, വിവാഹം ഇപ്പോൾ വേണമെന്ന് അവർക്കും നിർബന്ധമില്ല. വാക്കുറപ്പിച്ച് വെക്കാന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്കും വയസ്സായി വരികയല്ലേ. നിത്തു പോയത് പിന്നെ ഞാനിവിടെ തനിച്ചായതുപോലെ. നീതി ഉള്ളതും ഇല്ലാത്തതും ഒക്കെയും കണക്കാ. മാധവിയുടെ അവസാന വാക്കുകൾ കേട്ടപ്പോൾ നിഖിൽ ഒരു നിമിഷം നിശബ്ദനായി. അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെയുള്ള ഏകാന്തത അവന് വ്യക്തമായി കാണാമായിരുന്നു. നിത്തു വിവാഹം കഴിഞ്ഞു പോയതിനു ശേഷം ആ വീട്ടിലെ ചിരിയും ബഹളവും കുറഞ്ഞിരുന്നു. അമ്മ, അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ, ഞാനുണ്ടല്ലോ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. മാധവി ഒരു മങ്ങിയ പുഞ്ചിരി ചിരിച്ചു. നീണ്ടെന്ന് അറിയാം മോനെ, പക്ഷെ രാവിലെ ജോലിക്ക് പോയാൽ രാത്രി വൈകിയല്ലേ വരൂ. ഒരു മരുമകൾ വന്നാ ഈ വീട്ടിൽ വീണ്ടും ജീവൻ വരും. നിഖിൽ ദീർഘമായി ഒന്ന് ശ്വാസമെടുത്തു. ശരി, നിങ്ങളുടേക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ. നിഖിൽ അത് പറഞ്ഞെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ജനനിയുടെ മുഖം ഒരു നോവായി അവശേഷിക്കുന്നുണ്ടായിരുന്നു. നാളെ ഒരു കൂട്ടര് പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞത് മുതൽ ജനനി ആകെ വിഷമത്തിലായിരുന്നു. അവൾക്ക് ഇപ്പോഴും നിഖിലിനെ മറക്കാൻ പറ്റിയിരുന്നില്ല. അവിടേക്ക് മറ്റൊരാളെ കയറ്റിയിരുത്തുക അവൾക്കൊരിക്കലും എളുപ്പമായിരുന്നില്ല. മനസ്സ് എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും നിഖിലിൻ്റെ ഓർമ്മകൾ അവളെ വിട്ടുപോയില്ല. അവൾ അപ്പം തന്നെ അബിയെ വിളിച്ചു വിവരമൊക്കെയും പറഞ്ഞു. ഒന്നും അറിയാത്ത മട്ടിൽ അബി അവളെ സമാധാനിപ്പിച്ചു. താൻ നാളെ രാവിലെ അങ്ങോട്ട് എത്തിക്കോളാന്നും നമുക്ക് എന്തെങ്കിലും വഴി കാണാമെന്നും ഉറപ്പ് നൽകി അബി കോൾ അവസാനിപ്പിച്ചു. പിറ്റേന്ന് മുറിയിലെ കണ്ണാടിക്ക് മുന്നിലിരുന്ന് ഒരുങ്ങാൻ ശ്രമിക്കുമ്പോൾ ജനനിയുടെ കൈകൾ പോലും ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അലമാരയിൽ നിന്നും ഒരു സാരി എടുത്ത് കട്ടിലിലിട്ട ശേഷം കുറേ നേരം അതിലേക്ക് തന്നെ നോക്കി നിന്നു. അപ്പോഴാണ് വാതിൽ പതിയെ തുറന്ന് അവളുടെ അമ്മ അകത്തേക്ക് വരുന്നത്. ജനു, ദേ നിന്റെ കൂട്ടുകാരി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് അബി അകത്തേക്ക് കയറി വന്നു. അബിയെ കണ്ടപ്പോഴേക്കും ജനനിക്ക് നേരിയ ആശ്വാസം തോന്നി. അബിയെ കണ്ടതും ജനനിയുടെ കണ്ണുകളിൽ ഇതുവരെ പിടിച്ചു നിർത്തിയിരുന്ന വിഷമം ഒറ്റ നിമിഷം പുറത്തേക്ക് ഒഴുകി.
അവൾ വേഗം എഴുന്നേറ്റ് അബിയുടെ അടുത്തേക്ക് ചെന്നു. അബി അത്രമാത്രം വിളിച്ചപ്പോൾ തന്നെ അവളുടെ ശബ്ദം ഇടറി. അബി ഒന്നും പറയാതെ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ആൻറ്റി, ഞാൻ ഈ ജാനിക്കൊപ്പം കുറച്ചു നേരം ഇരിക്കട്ടെ? അവൾ പുഞ്ചിരിയോട് ചോദിച്ചു. അതിനെന്താ മോളെ, നിങ്ങൾ സംസാരിക്കൂ, ഞാൻ താഴെയുണ്ട്. ജനനിയുടെ അമ്മ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി. വാതിൽ അടഞ്ഞതും ജനനി അബിയെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. എനിക്ക് പറ്റുന്നില്ല അബി, എനിക്ക് വേറൊരാളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. മനസ്സ് സമ്മതിക്കുന്നില്ല അബി. അബി അവളുടെ പുറത്ത് മെല്ലെ തഴകി. കരയല്ലേ ജാനി, എല്ലാം ശരിയാവും. എങ്ങനെ ശരിയാവാനാ? ഞാൻ എത്ര ശ്രമിച്ചിട്ടും നിഖിലേട്ടനെ മറക്കാൻ കഴിയുന്നില്ല. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചാലും ആ സ്ഥാനം മറ്റാർക്കും കൊടുക്കാൻ എനിക്ക് കഴിയില്ല അബി. അബിയുടെ ഹൃദയവും വേദനിച്ചു. സത്യം ഇപ്പം തന്നെ പറഞ്ഞാലോ എന്നൊരു നിമിഷം തോന്നി. പക്ഷേ നിദ്രയ്ക്ക് നൽകിയ വാക്ക് ഓർത്തവൾ സ്വയം നിയന്ത്രിച്ചു. ജാനി, നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? ജനനി കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളെ നോക്കി. ഈ അബി നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മോശമായത് വരാൻ സമ്മതിക്കില്ല. അത്രയെങ്കിലും വിശ്വാസമുണ്ടോ? ഉണ്ട്, 100% വിശ്വാസമുണ്ട് എനിക്ക് നിന്നെ. എന്നാ ഇനി ഒന്നും ആലോചിക്കണ്ട. എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. നീ ധൈര്യമായിരിക്ക്. ഇന്ന് ആരുടെ മുന്നിൽ കരഞ്ഞ മുഖവുമായി പോകരുത്. എല്ലാം നല്ലതിനായിരിക്കും. അന്നേരം ജനനി അബിയെ സംശയത്തോടെ നോക്കി. അബി, നീ എന്തെങ്കിലും എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടോ? അബി ഉടനെ ഒരു കുസൃതി ചിരിച്ചു. അതൊന്നുമില്ല, പക്ഷെ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ടെന്ന് മാത്രം. പറ അബി, എന്താ നിന്റെ സർപ്രൈസ്? ഇല്ല, സമയമാകുമ്പോൾ നീ അതറിയും. അതും പറഞ്ഞ അബി കട്ടിലിൽ കിടന്നിരുന്ന സാരി എടുത്ത് ജനനിക്ക് നേരെ നീട്ടി. വാ, ഇനി ഇതുടുക്ക്. എത്ര വിഷമമുണ്ടെങ്കിലും എൻ്റെ ജാനി പെണ്ണെ നല്ല സുന്ദരിയായിരിക്കണം. അന്നേരം ജനനി അവൾക്കൊരു ചെറുപുഞ്ചിരി സമ്മാനിച്ചു. ആ പുഞ്ചിരിയിൽ ഇപ്പോഴും ഒരു വേദനയുണ്ടായിരുന്നു. എന്നാൽ അബിയുടെ വാക്കുകൾ അവളുടെ ഉള്ളിൽ ഒരു ചെറിയ പ്രതീക്ഷയുടെ വെളിച്ചം തെളിയിച്ചിരുന്നു. ഇതേ സമയം താഴെ ഹാളിൽ അവരെ ഏത് നിമിഷവും എത്തും എന്നും പറഞ്ഞുകൊണ്ട് ജനനിയുടെ അമ്മ ഒരുക്കങ്ങളുടെ അവസാന തിരക്കിലായിരുന്നു. മറുവശത്ത് നിഖിലും തൻ്റെ മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിൽ യാതൊരു ആകാംക്ഷയുമില്ല. അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ പെണ്ണ് കാണൽ എന്നവൻ വീണ്ടും വീണ്ടും സ്വയം ഓർമ്മിപ്പിച്ചു. മോനെ, റെഡിയായോ? മാധവിയുടെ ശബ്ദം പുറത്തു നിന്ന് കേട്ടു. ആ, വരുന്നു അമ്മ. ഒരു ദീർഘനിശ്വാസം എടുത്തവൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ഇച്ചായ, ഇതിലേത് സാരിയാണ് ഞാൻ ഉടുക്കേണ്ടേ? 2 സാരികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നിദ്ര ഷോണിൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് പോവാൻ ഒരുങ്ങുകയായിരുന്ന ഷോൺ അവളെ നോക്കി ഒരു നിമിഷം നിന്നു. എൻ്റെ പൊന്നു കൊച്ചെ, എനിക്ക് സാരിയെ പറ്റി വലിയ ധാരണ ഒന്നും ഇല്ലെന്ന് അവൻ ചെറുചിരിയോടെ പറഞ്ഞു. പ്ലീസ്, ഇച്ചാൻ ഏതാണ് കൂടുതൽ ഇഷ്ടമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അവൾ 2 സാരികളും മാറി മാറി നെഞ്ചോട് ചേർത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഷോൺ രണ്ടും സൂക്ഷിച്ചു നോക്കി. ഒരു നിമിഷം ആലോചിച്ച ശേഷം പേസ്റ്റൽ പിങ്ക് നിറത്തിലുള്ള സാരിയിലേക്ക് വിരൽ ചൂണ്ടി. ദാ, ഇതാണ്. ഈ കളർ നിനക്ക് നന്നായിട്ട് ചേരും. ഇതുടുത്താ എൻ്റെ കൊച്ചു ഒന്നുകൂടി ഭംഗിയാകും. ആ മറുപടി കേട്ടതും നിദ്രയുടെ ചുണ്ടിൽ നാണം കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. ശരിക്കും? പിന്നല്ലാതെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഷോൺ ഗൗരവം നടിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് പ്രശ്നം? അവൾ നെറ്റിച്ചുളിച്ചു. ഇതും ഉടുത്ത് നീ എൻ്റെ മുന്നിൽ വന്നു നിന്നാ ഇന്ന് പുറത്തേക്ക് പോകാനുള്ള പ്ലാനേ ഞാൻ തന്നെ ക്യാൻസൽ ചെയ്തേക്കും. അത് കേട്ടതും നിദ്ര നാണത്തോടെ അവൻ്റെ തോളിൽ മെല്ലെ ഒന്ന് അടിച്ചു. ഈ ചായൻ്റെ ഒരു കാര്യം. അവളിൽ നിന്നും നാണപ്പുഞ്ചിരി വിരിഞ്ഞു. ഷോണിൻ്റെ ചുണ്ടിലും അവളെ നോക്കി ഒരു നിറഞ്ഞ പുഞ്ചിരി വിടർന്നു. പിന്നെ അവൻ വാഷ്റൂമിലേക്ക് നടന്നു. ഷോൺ കുളിയും കഴിഞ്ഞ് അരയിൽ ടവല് മാത്രം ചുറ്റി മറ്റൊരു ടവൽ കൊണ്ട് തല തുടച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു വന്നു. അവൾ പാവാടയും ബ്ലൗസും ധരിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സാരി ഉടുക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഷോണിൻ്റെ കണ്ണുകൾ അറിയാതെ തന്നെ അവളിലേക്ക് നീണ്ടു. റോബിൻ എഗ് ബ്ലൂ നിറത്തിലുള്ള ബ്ലൗസിൽ വിടർത്തിയിട്ട നനുത്ത മുടിയുമായി സാരി ചുറ്റാൻ ഒരുങ്ങി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ സെറ്റിയിൽ വന്നിരുന്ന് തല തുഴച്ചുകൊണ്ട് അവളുടെ ഭംഗി നോക്കിക്കൊണ്ടിരുന്നു. എന്തായിച്ചാ എങ്ങനെ നോക്കുന്നേ? കണ്ണാടിയിലൂടെ അവൻ്റെ നോട്ടം പിടികൂടി നിദ്ര നാണത്തോടെ ചോദിച്ചു. നിത്തു, നീങ്ങ് വന്നേ, എൻ്റെ തല ഒന്ന് തുടച്ചു തന്നേ, എനിക്ക് കൈ പൊക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ. ഷോൺ അത് പറഞ്ഞപ്പോൾ നിദ്ര ഒരു നിമിഷം അവനെ നോക്കി നിന്നു. അവൾ സാരി കട്ടിലിലേക്ക് വച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു.
ഇത്രയും നേരം ഇല്ലാത്ത കൈവേദന ഇപ്പം എവിടെ നിന്ന് വന്നു ഡോക്ടറെ? അവൾ ചെറുതായി ശ്വാസിച്ചുകൊണ്ട് ചോദിച്ചു. ആര് പറഞ്ഞില്ലെന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ വിശ്വസിച്ചു കേട്ടോ. അവൻ്റെ കയ്യിൽ നിന്നും ടവൽ വാങ്ങി അവൾ അവൻ്റെ മുന്നിൽ വന്ന് നിന്നു. നനഞ്ഞ മുടിയിഴകൾ പതിയെ തുടച്ചു തുടങ്ങി. മൃദുവായി വിരലുകൾ മുടിയിലൂടെ ഓടുമ്പോൾ ഷോൺ കണ്ണുകൾ അടച്ച് അവളുടെ അരയിലൂടെ വട്ടം ചുറ്റി പിടിച്ചു. അതിനിടയിൽ വയറിലേക്ക് മുഖം അടുപ്പിച്ചു. അവിടെ മുഖം പൂഴ്ത്തി. അവൻ്റെ താടി രോമങ്ങൾ അവളിൽ ഇക്കിളി കൂട്ടി. അടങ്ങിയിരിക്കു ചെക്ക, അവൾ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് ശാസിച്ചു. ഞാൻ എന്ത് ചെയ്തെന്നാ അവൻ നിഷ്കളങ്ക ഭാവത്തിൽ ചോദിച്ചെങ്കിലും അവൻ്റെ കൈകൾ അവളുടെ അരയിൽ തന്നെയായിരുന്നു. ഒന്നും ചെയ്തില്ലേ? ഇങ്ങനെ പിടിച്ചു നിന്നാ ഞാൻ എങ്ങനെയാ സാരി ഉടുക്കുക? സാരി പിന്നെ ഉടുക്കാലോ. ആദ്യം എൻ്റെ തല നന്നായി തുടച്ചതാ. അയ്യടാ, തല തുടയ്ക്കാൻ വന്നപ്പോൾ ആളിപ്പോൾ വേറെ പരിപാടിയിലാണല്ലോ. അവള് ടവൽ കൊണ്ട് അവൻ്റെ മുടി നന്നായി തുടച്ചുകൊണ്ട് പറഞ്ഞു. ഇടയ്ക്ക് അവൻ്റെ മുടിയഴുകൾ വിരൽ കൊണ്ട് ഒതുക്കി വെക്കുമ്പോൾ ഷോൺ മെല്ലെ കണ്ണു തുറന്ന് അവളെ നോക്കി. എന്താ? ഒന്നുമില്ല. ഇങ്ങനെ അടുത്ത് നിന്ന് എന്നെ നോക്കുമ്പോൾ നീ ഒരുപാട് സുന്ദരിയാണെന്ന് തോന്നുന്നു. അവളുടെ കവിളുകൾ നാണത്താൽ ചുവന്നു. ആഹാ, പുകഴ്ത്തിയിട്ടൊന്നും കാര്യമില്ല മോനെ, കൈവിട്. എനിക്ക് സാരി എടുക്കണം. നിത്തു, ഒരു മിനിറ്റ്. ഇല്ല പ്ലീസ്. അവൾ ഒരു നിമിഷം അവൻ്റെ കണ്ണിലേക്ക് നോക്കി. ആ കുട്ടിത്തം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ ചിരി അടക്കാൻ കഴിഞ്ഞില്ല. നിത്തു, ഈ സോക്സ് ഒന്ന് ഇട്ട് താടാ. പുതിയൊരു ജോഡി സോക്സ് അവളുടെ കയ്യിലേക്ക് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. എടാ, കൈ വേദനിച്ചിട്ടല്ലേ? അവളുടെ ആ നോട്ടം കണ്ട് അവൻ കൈ വയ്യായിക അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. മോൻ്റെ ചാട്ടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പാൻറ്റും ഷർട്ടും ഇടുന്നതിന് മുന്നേ ടവലും ചുറ്റി സോക്സ് ഇടുന്നു. വല്ലാത്ത ജാതി സ്റ്റൈലിങ് തന്നെ. അതും പറഞ്ഞവൾ അവൻ്റെ തല തുടച്ച ടവൽ കൊണ്ട് തൻ്റെ കഴുത്തിൻ്റെ ഭാഗം മറച്ചു കുനിഞ്ഞിരുന്ന് അവന് സോക്സ് ധരിപ്പിക്കാൻ നേരം അവൻ ആ ടവലെടുത്ത് കൈ പിടിച്ചു. അടുത്ത നിമിഷം തനിക്ക് മുന്നിലെ ആ മനോഹര കാഴ്ച കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ പ്രിയപ്പെട്ട കറുത്ത കുഞ്ഞു മറുക് അവനിപ്പോൾ ശരിക്കും കാണാം. അതവനിലെ കാമുകനെ ഉണർത്തി. ഞാൻ ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ നീ സാരി എടുത്ത് കഴിയില്ലേ? അപ്പോൾ പിന്നെ ഈ ചാൻ ഇതൊക്കെ കാണാൻ പറ്റൂടാ മുത്തേ? അവൻ്റെ ആ പറച്ചിലും നോട്ടവും കണ്ട് അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ആഹാ, അങ്ങനെ ഇപ്പോൾ മോന് സീൻ പിടിക്കണ്ട. അതും പറഞ്ഞ് അവൾ അവിടം തൻ്റെ മുടി കൊണ്ട് മറച്ചതും ഷോൺ മെല്ലെ അവയെ പിന്നിലേക്ക് ഒതുക്കി വെച്ചു. ബേച്ചായ അടങ്ങിയിരുന്നോ, ഇല്ലെങ്കിലേ ഒരു സോക്സ് 2 കാലിലേക്കും കയറ്റി തരൂട്ടോ. അവളുടെ ആ മറുപടി കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. ശരിക്കും ഇങ്ങനെ കാണാനാ കൂടുതൽ ഭംഗി. അവൻ്റെ ആ പറച്ചിൽ കേട്ട് അവൾ നാണത്തോടെ അവൻ്റെ കാലിലൊന്ന് നുള്ളി. സോക്സ് ധരിപ്പിച്ച് എഴുന്നേക്കാൻ തുടങ്ങിയ അവളുടെ കൈ ഷോൺ മെല്ലെ പിടിച്ചു. ഇനി എന്താ? അവൾ ചോദിച്ചു. ഒന്നുമില്ല, ഒരു താങ്ക്സ് പറയാനായിരുന്നു. ഓ, വരവ് വെച്ചിരിക്കുന്നു ഡോക്ടറെ. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് സെറ്റിയിലിരിക്കുന്ന അവന് നേരെ കുനിഞ്ഞു അവൻ്റെ നെറ്റിയിൽ മെല്ലെ ഒരു സ്നേഹചുംബനം ചാർത്തി. ആ നിമിഷം ഷോണിൻ്റെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് അവൻ അവളുടെ മാറൻചുഴിയിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ ആ നീക്കത്തിൽ അവളൊന്ന് പിടഞ്ഞു പോയിരുന്നു. പൊന്നുമോൻ, അവിടെ ഇരുന്ന് റെഡിയാവും, അല്ലെങ്കിലേ ഇന്നത്തെ ഫംഗ്ഷന് നമ്മൾ വൈകും. അവൾ ചിരിച്ചുകൊണ്ട് സാരി എടുക്കാൻ തിരിഞ്ഞു. അവളെ നോക്കിയിരുന്ന ഷോണിൻ്റെ ചുണ്ടിലെ ആ പ്രണയം നിറഞ്ഞ പുഞ്ചിരി മാത്രം മായാതെ നിന്നു. പെട്ടെന്ന് തന്നെ 2 പേരും ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സാരിയുടെ മുന്താണി ഒന്ന് നേരെയാക്കിക്കൊണ്ടിരുന്ന നിദ്രയെ ഷോൺ ഒരു നിമിഷം നോക്കി നിന്നു. പേസ്റ്റൽ പിങ്ക് നിറത്തിലുള്ള സാരിയും അതിന് ചേരുന്ന റോബിൻ എഗ് ബ്ലൂ നിറത്തിലുള്ള ഡിസൈനർ ബ്ലൗസും അവൾക്ക് അതീവ ഭംഗിയായിരുന്നു. പക്ഷെ അവളുടെ സാരി സ്റ്റൈൽ കണ്ടതും അവൻ്റെ നെറ്റി ചെറുതായി ചുളിഞ്ഞു. വലത് തോൾഭാഗം സാരിയുടെ മുന്താണി കൊണ്ട് പേരിന് മാത്രമാണ് മറച്ചിരുന്നത് എന്ന് വരെ തോന്നി. ബ്ലൗസിലെ ആ മനോഹരമായ വർക്ക് എടുത്ത് കാണിക്കുന്ന രീതിയിലായിരുന്നു അവൾ സാരി ഡ്രേപ്പ് ചെയ്തിരുന്നത്. നിത്തു, ഷോൺ ശാന്തമായി വിളിച്ചു. കണ്ണാടിയിലൂടെ തന്നെ അവനെ നോക്കി അവൾ മറുപടി നൽകി. ഇവിടം കുറച്ചുകൂടി നേരെ ഇടായിരുന്നു. ബ്ലൗസിൻ്റെ വർക്ക് കാണിക്കണമെന്നത് ശരിയാണ്, പക്ഷേ ഇവിടെ ഇത്ര ഓപ്പൺ ആയിട്ടതേ എനിക്കെന്തോ അത്ര കംഫർട്ടബിളായി തോന്നുന്നില്ല. നിദ്ര കണ്ണാടിയിലൂടെ അവൻ്റെ മുഖം ശ്രദ്ധിച്ചു. അവനത് പറഞ്ഞത് ദേഷ്യത്തോടെയല്ല, മറിച്ച് അല്പം അസ്വസ്ഥതയോടെയും കരുതലോടുകൂടിയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇച്ചായന് ഇഷ്ടമായില്ല? അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ ചോദിച്ചു.
ഇഷ്ടമായില്ല എന്നല്ല, എനിക്ക് എൻ്റെ ഭാര്യ ഇങ്ങനെ കാണുമ്പോൾ ചെറിയൊരു പോസസീവ്നെസ് തോന്നും, അത്രേ ഉള്ളൂ. അവൻ്റെ മറുപടി കേട്ടതും നിദ്രയുടെ ചുണ്ടിൽ ഒരു മൃദു പുഞ്ചിരി വിരിഞ്ഞു. ഇച്ചായ, ഇതാണിപ്പോൾ ട്രെൻഡ്. ഓ, നമുക്ക് ഈ ട്രെൻഡൊന്നും വേണ്ടടാ. അതും പറഞ്ഞവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് വളരെ ശ്രദ്ധയോടെ സാരിയുടെ മുന്താണി ഒന്ന് വലിച്ച് തോൾഭാഗം കുറച്ചുകൂടി ഭംഗിയായി മറച്ചിട്ടു. ഇപ്പോഴാ ശരിക്കും ഭംഗി. അതെ ഇച്ചായോ? അവൾ കുസൃതിയോടെ അവനെ നോക്കി വിളിച്ചു. എന്താ? അവൻ തിരിച്ചു ചോദിച്ചു. ഞാൻ മാത്രം കാണേണ്ടത് നാട്ടുകാരെ കൂടി കാണിക്കണോ എന്നുള്ള ആ പൊസസീവ് ഭർത്താക്കന്മാരുടെ ക്ലീഷേ ഡയലോഗ് കൂടി ഞാനിവിടെ പ്രതീക്ഷിച്ചുട്ടോ. ഷോൺ നേരം ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ മെല്ലെ ഒന്ന് തട്ടി. പക്ഷേ ഞാൻ പറയും, ഞാൻ മാത്രം കാണേണ്ടത് നാട്ടിലെ പെൺപിള്ളേരെ കൂടി കാണിക്കണോ എന്ന്. ആ ബട്ടൺസിയുടെ മനുഷ്യ, തുറന്നു കിടക്കുന്ന അവൻ്റെ ഷർട്ടിൻ്റെ 3 ബട്ടൺസിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. എടി, നിന്നെ പോലെയാണോ ഞാൻ? ഷോൺ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ആ 3 ബട്ടണും തുറന്നിട്ടേ നെഞ്ചും കാണിച്ചാ നിൽക്കുന്നേ. അത് കണ്ടിട്ട് അവിടെയുള്ള പെൺപിള്ളേർ നോക്കിയാലേ അതെനിക്കിഷ്ടാവില്ല. അതും പറഞ്ഞ് മുന്നോട്ട് വന്ന നിദ്ര അവൻ്റെ ഷർട്ടിലെ തുറന്നു കിടന്നിരുന്ന ഒരു ബട്ടൺ ഇട്ടു, പിന്നാലെ രണ്ടാമത്തേതും. മതി മതി, ഷോൺ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. ഇല്ല, എനിക്കും ഇത്തിരി പൊസസീവ്നെസ് ഉണ്ടെന്ന് കൂട്ടിക്കോ. അങ്ങനെ ഞാൻ മാത്രം കാണേണ്ടതേ നാട്ടിലെ പെൺപിള്ളേരെ കൂടി കാണിക്കണ്ടട്ടാ. അവളുടെ മുഖത്തെ കുഞ്ഞു പരിഭവം കണ്ടതും ഷോണിന് ചിരി അടക്കാനായില്ല. ഷോൺ അവളുടെ മൂക്കിൻ തമ്പിൽ മെല്ലെ ഒന്ന് തൊട്ടു. ശരി മാഡം, ഉത്തരവ് പോലെ അവൻ ബാക്കിയുണ്ടായിരുന്ന ബട്ടൺ ഇട്ടു. പിന്നെ അവളെ നോക്കി പുരുകമുയർത്തി. ഇപ്പൊ സമാധാനായോ? നിദ്ര അവനെ അടിമുടിയൊന്ന് നോക്കി, പിന്നെ സംതൃപ്തിയോടെ തലയണക്കി. റെഡിയായി കഴിഞ്ഞ് ഇരുവരും അവിടെ നിന്ന് ഇറങ്ങി. അവരിറങ്ങുമ്പോൾ പതിവ് പോലെ സാറയുടെ മുഖം ചുളുങ്ങിയിരുന്നു. ഷോണും നിദ്രയും ഷോണിൻ്റെ കാറിലായിരുന്നു വന്നത്. നിഖിലും സനീഷും മാധവിയും സരവും നിധിയും മറ്റൊരു കാറിലായിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയ നിഖിൽ ചുറ്റും ഒന്ന് നോക്കി. മനസ്സിപ്പോഴും മറ്റുങ്ങുമായിരുന്നു. ഇത് തൻ്റെ ജീവിതം മാറ്റിമറിച്ചേക്കാവുന്ന ഒരു ദിവസമാണെന്ന് അറിയായിരുന്നുവെങ്കിലും അവൻ്റെ ഉള്ളിൽ യാതൊരു ആകാംക്ഷയുമില്ല. അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ പെണ്ണ് കാണലിന് വന്നതെന്ന ചിന്ത മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. മാധവി അവൻ്റെ തോളിൽ മെല്ലെ ഒന്ന് തട്ടി. വാ മോനെ. നിഖിലൊരു ചെറുപുഞ്ചിരിയോടെ തലയാട്ടി. അതേസമയം കാറിൽ നിന്നിറങ്ങിയ ഷോൺ വീടും പരിസരവും ഒന്ന് കണ്ണോടിച്ചു. പിന്നാലെ ഇറങ്ങിയ നിദ്രയുടെ അടുത്തേക്ക് ചെന്ന് ചേർന്ന് നിന്നു. എന്തായി ചായ? ഒന്നുമില്ല, എല്ലാം നന്നായി നടക്കട്ടെ, ഷോൺ പറഞ്ഞു. നടക്കൂ ചായ, അവൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഷോൺ അവളെ നോക്കി പുഞ്ചിരിച്ചു. നിഖിലിൻ്റെയും ജനനിയുടെയും മനസ്സിലുള്ളത് തങ്ങൾക്കറിയാമെങ്കിലും ഇപ്പോൾ ഒന്നും വെളിപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവരെ. സനീഷ് പതിവ് പോലെ അന്തരീക്ഷം ലളിതമാക്കാൻ ശ്രമിച്ചു. അല്ല, ചെക്കനെ പെണ്ണ് കാണാൻ കൊണ്ടുവന്നിട്ടേ ചെക്കൻ്റെ മുഖത്ത് മാത്രം ഒരു എക്സ്പ്രഷനും ഇല്ലല്ലോ. അത് കേട്ട് നിധി ചിരിച്ചു. ഏട്ടൻ ഇങ്ങനെയാ, ലോട്ടറി അടിച്ചാൽ പോലും ഇതേ മുഖം തന്നെയായിരിക്കും. എല്ലാവരും ചെറുതായി ഒന്ന് ചിരിച്ചെങ്കിലും നിഖില് മാത്രം നിർബന്ധിച്ചൊരു പുഞ്ചിരി വരുത്തി. അപ്പോഴേക്കും വീട്ടിൽ നിന്ന് ജനനിയുടെ അച്ഛൻ പുറത്തേക്ക് വന്നു. വരൂ വരൂ, എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കൂ. സരോജിനിയും പുഞ്ചിരിയോടെ എല്ലാവരെയും സ്വീകരിച്ചു. എല്ലാവരും വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ മുകളിലെ മുറിയിലിരുന്ന ജനനിയുടെ ഹൃദയം അറിയാതെ വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അബി, എനിക്ക് പേടിയാവുന്നു, അവൾ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. അബി അവളുടെ കയ്യിൽ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും പേടിക്കേണ്ട. ഒരു പുഞ്ചിരിയോടെ താഴേക്ക് ചെല്ല്. ബാക്കി നടക്കേണ്ടത് നടക്കും. പക്ഷേ ഒരു പക്ഷിയില്ല, വാ. ജനനി ദീർഘനിശ്വാസമെടുത്ത് തല കുലുക്കി. ഇതിനിടയിൽ താഴെ ഹാളിൽ സരോജിനി എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചിരുന്നു. വരൂ, ഇരിക്കൂ. മാധവിയും സനീഷും നിധിയും സരവും ഓരോരുത്തരായിരുന്നു. നിഖില് മാത്രം ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ടിരുന്നു. ആ വീട്ടിലേക്ക് വന്നത് മുതൽ എന്തോ പരിചിതമായ അനുഭൂതി അവൻ അലട്ടുന്നുണ്ടായിരുന്നു. ഭിത്തിയിലെ കുടുംബ ഫോട്ടോകളിലേക്കും അലങ്കാരങ്ങളിലേക്കും അവൻ്റെ കണ്ണുകൾ ഒന്ന് വീണു. മോനെ, ഇരിക്ക്, മാധവി പറഞ്ഞപ്പോൾ അവൻ പതിയെ സോഫയിലിരുന്നു. ജനനിയുടെ അച്ഛൻ പുഞ്ചിരിയോടെ എല്ലാവരോടും സംസാരിക്കാൻ തുടങ്ങി. യാത്രയെക്കുറിച്ചും ജോലിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുള്ള സാധാരണ സംസാരങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ നിഖിലിൻ്റെയും ജനനിയുടെയും ഹൃദയം മാത്രം ഓരോ നിമിഷവും വേഗത്തിൽ മിഴിച്ചുകൊണ്ടിരുന്നു. മുകളിലെ മുറിയിൽ ചെക്കനും കൂട്ടരെത്തി. താഴെ നിന്ന് ആരോ വിളിച്ചു പറയുന്നത് ജനനിയുടെ കാതുകളിൽ എത്തി. അറിയാതെ തന്നെ അവൾ അബിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു.
അവളുടെ വിരലുകളുടെ വിറയൽ അഭി വ്യക്തമായി അറിഞ്ഞു. അവർ വന്നോ? വന്നു. അഭി ജനാലയിലൂടെ താഴേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആരാണ് വന്നേന്ന് നീ നോക്കിയോ അഭി? അഭി ചിരിയടക്കി. ഇല്ല, ഞാൻ നോക്കിയില്ല. കള്ളം ആണെങ്കിൽ അഭി നീ എന്തോ ഒളിക്കുന്നുണ്ട്. അതെ, പക്ഷെ 5 മിനിറ്റ് മാത്രം, അത് കഴിഞ്ഞാൽ നിനക്ക് എല്ലാം അറിയാം. ജനനി സംശയത്തോടെ അവളെ നോക്കി. വാ, താഴേക്ക് പോവാം. അപ്പോഴേക്കും ജനനിയുടെ അമ്മ മുകളിലേക്ക് വന്നു. ജനു, മോള് വാ, എല്ലാവരും കാത്തിരിക്കുക. ജനനി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. മനസ്സിൽ അറിയാതൊരു പ്രാർത്ഥന ഉയർന്നു. എൻ്റെ ദേവി, എനിക്ക് താങ്ങാൻ പറ്റാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ തരരുതേ. അവൾ മെല്ലെ കണ്ണു തുറന്നു. അഭി അവളുടെ തോളിൽ കൈവച്ചു. റെഡി? മറുപടിയായി ജനനി ഒന്ന് മൂളി. രണ്ടുപേരും പതിയെ പടികൾ ഇറങ്ങാൻ തുടങ്ങി. ഓരോ പടി ഇറങ്ങുമ്പോഴും ജനനിയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. അതേസമയം താഴെ ഇരുന്ന നിഖിലിനെ മുകളിൽ നിന്നും കാലൊച്ച കേട്ടു. അവൻ അറിയാതെ തന്നെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തല ഉയർത്തി നോക്കി. പടികളുടെ വളവ് മറികടന്ന് ആദ്യം അഭിയെ കണ്ടു. അവളെ കണ്ടത് നിഖിൽ ചെറുതായി നെറ്റിച്ചുളിച്ചു. അഭിയോ, ഇവളെന്താ ഇവിടെ? അടുത്ത നിമിഷം അഭിയുടെ പിന്നിൽ നിന്നിരുന്ന പെൺകുട്ടി പതിയെ മുന്നിലേക്ക് വന്നു. പേസ്റ്റൽ നിറത്തിലുള്ള സാരിയിൽ മുഖം താഴ്ത്തി പടികൾ ഇറങ്ങി വരുന്ന ആ രൂപം കണ്ടതും നിഖിലിന്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. അവന്റെ കണ്ണുകൾ വിശ്വാസം വരാതെ വിടർന്നു. ജനനി. അതേസമയം തല ഉയർത്തി മുന്നിലേക്ക് നോക്കിയ ജനനിയും സോഫയിലിരിക്കുന്ന ആളെ കണ്ടതും അവിടെ തന്നെ നിശ്ചലമായി. നിഖിലേട്ടൻ. ജനനിയുടെ അതരങ്ങൾ മന്ത്രിച്ചു. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞ നിമിഷം സമയം പോലും ഒരു നിമിഷം നിശ്ചലമായതുപോലെ തോന്നി.